മഴ. ഓരോ മഴയ്ക്കും ഓരോ ഓർമ്മയുണ്ട്. ജനൽ ചില്ലിൽ നേർത്ത വിരലുകൾ കൊണ്ട് ചിത്രം വരച്ച് ഭൂമിയുടെ ദാഹം മാറ്റുന്ന ഈ മഴയ്ക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രായമുണ്ടാകും. ഈ മഴത്തുള്ളികൾക്ക് ഓർമ്മകൾ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവ നമ്മളോട് എന്ത് കഥകൾ പറയുമായിരുന്നു. അവ കണ്ടു തീർത്ത കാലങ്ങളെക്കുറിച്ച്, അവ നനച്ച ജീവിതങ്ങളെക്കുറിച്ച്. നമുക്ക് ഈ മഴയോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാം. പിന്നോട്ട്, ഒരുപാട് പിന്നോട്ട്, പഴയകാല കേരളത്തിലേക്ക്. അന്ന് ഈ മഴ പെയ്തിറങ്ങിയത് എങ്ങനെയുള്ളൊരു മണ്ണിലേക്കായിരുന്നു? ആരുടെയൊക്കെ സ്വപ്നങ്ങളെയും വേദനകളെയും ആവാം അത് തഴുകിപ്പോയത്. നമുക്ക് കാതോർക്കാം ഈ മഴയുടെ ഓർമ്മകളിലേക്ക്. ഇന്ന് നമ്മൾ കാണുന്ന കേരളമായിരുന്നില്ല അത്. കോൺക്രീറ്റ് കെട്ടിടങ്ങളോ തിരക്കേറിയ റോഡുകളോ ഇല്ലാത്തൊരു ലോകം. ഇടതൂർന്ന പച്ചപ്പായിരുന്നു അന്നത്തെ കേരളത്തിൻ്റെ മുഖമുദ്ര. പുഴകൾ ഇന്നത്തേക്കാൾ തെളിമയോടെ ഒഴുകി. മനുഷ്യൻ്റെ കാൽപ്പാടുകൾ വീഴാത്ത കുന്നുകളും കാടുകളും ഒരുപാടുണ്ടായിരുന്നു. ജീവിതം ഗ്രാമങ്ങൾ എന്ന ചെറിയ തുരുത്തുകളിൽ ഒതുങ്ങി നിന്നു. മൺകട്ടകൾ കൊണ്ടും കളിമണ്ണ് തേച്ചുമുണ്ടാക്കിയ ചുമരുകൾ, ഓലമേഞ്ഞ മേൽക്കൂരകൾ, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന മേൽക്കൂരച്ച് താഴെ പാത്രങ്ങൾ വെച്ച് വെള്ളം ശേഖരിക്കുന്ന അമ്മമാർ. അതായിരുന്നു ഭൂരിഭാഗം വീടുകളുടെയും ചിത്രം. അങ്ങിങ്ങായി പ്രമാണിമാരുടെ തടിയിൽ തീർത്ത 4 കെട്ടുകളും 8 കെട്ടുകളും ആ ഗ്രാമങ്ങളിൽ പ്രൗഢിയോടെ തലയുയർത്തി നിന്നു. വൈദ്യുതി ഇല്ലാത്ത രാത്രികൾ, ചൂട്ടിൻ്റെയും എണ്ണവിളക്കിൻ്റെയും അരണ്ട വെളിച്ചത്തിൽ കഥകൾ പറഞ്ഞ് നേരത്തെ ഉറങ്ങുന്ന മനുഷ്യർ. അക്കാലത്തെ ഒരു പ്രഭാതം, അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അമ്പലത്തിലെ മണിനാദമോ ദൂരെ പള്ളിയിലെ പ്രാർത്ഥനയോ കേട്ട് ഉണരുന്ന ധ്യാമം, ഉലയിൽ തീ പടർത്തി ഇരുമ്പിലടിക്കുന്ന കൊല്ലൻ്റെ ചുറ്റികയുടെ താളം, വീടുകൾക്കുള്ളിലെ തറികളിൽ നിന്നുയരുന്ന വസ്ത്രം നെയ്യുന്ന ശബ്ദം, ഗ്രാമത്തിലെ കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം കോരുന്ന സ്ത്രീകളുടെ നേർത്ത സംസാരം. അന്നത്തെ വീടുകൾ, അവ പ്രകൃതിയുടെ ഒരു ഭാഗമായിരുന്നു. മണ്ണുകുഴച്ചുണ്ടാക്കിയ ചുമരുകൾ, പനയോലയോ പുല്ലോ മേഞ്ഞ മേൽക്കൂരകൾ, ചൂടുകാലത്ത് തണുപ്പും മഴക്കാലത്തെ ഈർപ്പത്തിൻ്റെ ഗന്ധവും നിറയുന്ന ഇടങ്ങൾ. ഓരോ വീടിനും ഒരു തുടിയുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള പച്ചക്കറികളും കിഴങ്ങുകളും ആ മണ്ണിൽ വിളഞ്ഞു. അടുക്കളയിൽ വിറകടുപ്പിൽ തീയെരിഞ്ഞു തുടങ്ങുന്നു. അന്നത്തെ പ്രഭാത ഭക്ഷണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. അധ്വാനിക്കുന്ന ശരീരത്തിന് ഊർജം നൽകുന്ന ലളിതമായ ഭക്ഷണം, പ്രധാനമായും കഞ്ഞി. രാത്രിയിൽ മിച്ചം വന്ന ചോറിൽ വെള്ളമൊഴിച്ചു വയ്ക്കുന്ന പഴങ്കഞ്ഞി. അതായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയ പ്രോട്ടീൻ ഷേക്ക്. കർഷകന് ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള കരുത്ത് നൽകിയിരുന്നത് ആ ഒരു പാത്രം പഴങ്കഞ്ഞിയായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ തൊഴിലിടങ്ങളിലേക്ക് നീങ്ങും. കേരളത്തിൻ്റെ ജീവനാഡി അന്നും ഇന്നും കൃഷിയാണ്. ഭൂരിഭാഗം മനുഷ്യരും കർഷകരായിരുന്നു. അവരുടെ ജീവിതം മണ്ണിനോടും മഴയോടും വെയിലിനോടും ചേർന്നായിരുന്നു. കലപ്പ കൊണ്ട് നിലമുഴുന്ന കർഷകൻ, ഞാറു നള്ളുന്ന സ്ത്രീകളുടെ കൂട്ടം. അവരുടെ അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ അവർ പാട്ടുകൾ പാടി. ആ നാടൻ പാട്ടുകളിൽ അവരുടെ സന്തോഷവും സങ്കടവും സ്വപ്നങ്ങളും നിറഞ്ഞിരുന്നു. ഇതൊക്കെയായിരുന്നു അക്കാലത്തെ ജീവിതത്തിൻ്റെ സംഗീതം. കൃഷി മാത്രമല്ല, മറ്റു പല തൊഴിലുകളും ആ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഓരോ ഗ്രാമത്തിനും സ്വന്തമായൊരു കൊല്ലനും മരപ്പണിക്കാരനും ഉണ്ടായിരുന്നു. കത്തിയും മൺവെട്ടിയും മുതൽ വീടിൻ്റെ ജനൽപ്പാളികൾ വരെ അവരുടെ കൈകളിൽ വിരിഞ്ഞു. കുശവൻ്റെ ചക്രത്തിൽ മൺകലങ്ങൾ രൂപമെടുത്തു. നെയ്ത്തുകാരൻ്റെ തറിയിൽ വസ്ത്രങ്ങൾക്ക് ജീവൻ വെച്ചു. കടൽ തീരങ്ങളിൽ മുക്കുവർ അവരുടെ വഞ്ചികളുമായി കടലിലേക്ക് പോയി. കാറ്റിൻ്റെ ഗതിയും നക്ഷത്രത്തിൻ്റെ സ്ഥാനവും നോക്കി അവർ മീൻ പിടിച്ചു. തെങ്ങുകളിൽ നിന്ന് കള്ള് ചെത്തുന്ന ശീലവും അന്നുണ്ടായിരുന്നു. ഓരോ തൊഴിലിനും അതിൻ്റേതായ സ്ഥാനവും ബഹുമാനവും സമൂഹം നൽകി. അതൊരു പരസ്പരാശ്രിതത്വത്തിൻ്റെ ലോകമായിരുന്നു. സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞു തുടങ്ങുമ്പോൾ അധ്വാനത്തിൻ്റെ ലോകം പതിയെ നിശ്ചലമാകും. വയലുകളിൽ നിന്ന് കർഷകർ തിരികെ വരുന്നു. വീടുകളിൽ എണ്ണവിളക്കിൻ്റെ അരണ്ട വെളിച്ചം തെളിയുന്നു. അതായിരുന്നു വിശ്രമത്തിൻ്റെയും വിനോദത്തിൻ്റെയും സമയം. വിനോദങ്ങൾ ലളിതമായിരുന്നു. കുട്ടികൾ തൊടിയിലും പറമ്പിലും ഓടിക്കളിച്ചു. കുട്ടിയും കോലും കബഡി പോലുള്ള കളികളായിരുന്നു പ്രധാനം. മുതിർന്നവർ ഗ്രാമത്തിലെ ഏതെങ്കിലും പൊതുയിടത്ത് ഒത്തുകൂടും. അന്നത്തെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കും. കഥ പറയുന്നവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. വീരന്മാരുടെയും രാജന്മാരുടെയും കഥകൾ പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കേട്ടിരിക്കും. കലകൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കഥകളി പോലുള്ള കലാരൂപങ്ങൾ രാത്രികളെ പകലാക്കി. പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ അവരുടെ മുന്നിൽ ജീവൻ വയ്ക്കുന്നത് അവർ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ശരീരത്തിന് കരുത്തും മനസ്സിന് ഏകാഗ്രതയും നൽകാൻ കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകൾ അഭ്യസിച്ചു. വിവാഹങ്ങളും കൊയ്ത്തുത്സവങ്ങളും പോലുള്ള ആഘോഷങ്ങൾ ഗ്രാമത്തെ ഒന്നാകെ ഒരുമിപ്പിച്ചു. അത് പങ്കുവയ്ക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരുന്നു. രാത്രിയാകുമ്പോൾ ഗ്രാമം പൂർണ്ണമായും നിദ്രയിൽ ആഴും. ഇന്നത്തെ പോലെ വാഹനങ്ങളുടെ ശബ്ദമോ നഗരത്തിൻ്റെ വെളിച്ചമോ ഇല്ലാത്ത രാത്രികൾ. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം മാത്രം അവർക്ക് കൂട്ട്. അങ്ങനെ ഒരു ദിവസം അവസാനിക്കുന്നു. അധ്വാനവും ലളിതമായ സന്തോഷങ്ങളും
പ്രകൃതിയോടുള്ള അടുപ്പവും നിറഞ്ഞൊരു ദിവസം. ശാസ്ത്രം ഇന്നത്തെപ്പോലൊരു സുഹൃത്തായി കൂടെ ഇല്ലാത്തതുകൊണ്ട് മനുഷ്യർക്ക് ഭയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഓരോ രോഗവും ഏതെങ്കിലും ദൈവകോപത്തിന്റെ ഫലമാണെന്നവർ വിശ്വസിച്ചു. സന്ധ്യ മയങ്ങുമ്പോൾ യക്ഷികളുടെയും പ്രേതങ്ങളുടെയും കഥകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഭയപ്പെടുത്തി. ഓരോ കാര്യത്തിനും ജ്യോത്സ്യന്റെ വാക്കിനായി കാതോർത്തു. ആ ഭയങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ താളം രൂപപ്പെട്ടത്. നീതിയും നിയമവും രാജാവിൻ്റെയും നാടുവാഴികളുടെയും കയ്യിലായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും കഠിനമായ ശിക്ഷകൾ. സത്യം തെളിയിക്കാൻ തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന അഗ്നി പരീക്ഷകൾ വരെ നടന്നിരുന്നൊരു കാലം. ഈ പരിമിതികൾക്കുള്ളിലും അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയൊരു ലോകം അവർ സ്വന്തമാക്കി. ജീവിതം മണ്ണിലായിരുന്നു. ആകാശത്തേക്ക് നോക്കി മഴയുടെ വരവറിയുന്ന, മണ്ണിന്റെ ഗന്ധമറിഞ്ഞ് വിത്തിടുന്ന കർഷകർ. അവരുടെ വിയർപ്പിലായിരുന്നു അക്കാലത്തെ കേരളം വിശപ്പടക്കിയത്. തലമുറകൾ കൈമാറി വന്ന അറിവുകൾ അവർക്ക് കരുത്തായി. ഓരോ രോഗത്തിനും പ്രകൃതിയിൽ നിന്നും മരുന്ന് കണ്ടെത്തിയ ആയുർവേദ വൈദ്യന്മാർ. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബലപ്പെടുത്തിയ കളരിപ്പേറ്റെന്ന ആയോധന കല. ഓലകളിൽ അവർ അറിവുകൾ കോറിയിട്ടു. ലോകം അന്നും കേരളത്തെ തേടി വന്നിരുന്നു. കറുത്ത പൊന്നായ കുരുമുളകിനും ഏലത്തിനും മറ്റു സുഗന്ധദ്രവ്യങ്ങൾക്കും വേണ്ടി. പക്ഷേ ആ കച്ചവടത്തിന്റെ ലാഭം പതിയെ പതിയെ കടൽ കടന്നു വന്ന വെള്ളക്കാരുടെ പെട്ടിയിലേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. ഒരു പുതിയ ലോകം ആ പഴയ ലോകത്തിന്റെ വാതിലിൽ മുട്ടി വിളിക്കുകയായിരുന്നു. മാറ്റത്തിന്റെ കാറ്റ് പതിയെ വീശി തുടങ്ങിയിരുന്നു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ മഴയോടൊപ്പം നമുക്ക് തിരികെ വരാം ഇന്നേക്ക്, നമ്മുടെ ഈ ലോകത്തിലേക്ക്. വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് എല്ലാം മാറിയത്. ആളുകൾ മാറി, വീടുകൾ മാറി, വഴികൾ മാറി, വിശ്വാസങ്ങൾ മാറി. ആ പഴയ ലോകം ഇന്ന് മിക്കവാറും പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഈ പെയ്യുന്ന മഴയ്ക്ക് മാറ്റമില്ല. അത് അന്നും ഇന്നും ഒരുപോലെയാണ്. അന്ന് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരുടെ ഓലക്കുടലുകൾക്ക് മുകളിൽ പെയ്ത അതേ മഴ, അവരുടെ സന്തോഷവും ദുഃഖവും നനച്ച അതേ മഴ. അതുകൊണ്ട് ഒരുപക്ഷെ ആ കാലം പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല. അതിൻ്റെ ചില അംശങ്ങൾ ഇപ്പോഴും നമ്മളിൽ ബാക്കിയുണ്ട്. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ കഥകളിൽ. ഓരോ മഴത്തുള്ളിയിലും ആ പഴയ കാലത്തിൻ്റെ ഒരു നേർത്ത ഓർമ്മയുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നനഞ്ഞ അടയാളം.